ഹേ ഗൈസ്, ഇറ്റ്സ് മീ ജ്യോതിക. അപ്പോൾ എല്ലാവർക്കും ജിയോ വ്ളോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പ് പോവാണ് ഗൈസ്. യെസ് ഗൈസ്, അതൊരു ശനിയാഴ്ചയായിരുന്നു. അപ്പോൾ 1:30 കോളേജിൽ എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അച്ഛനാണ് കൊണ്ടാക്കുന്നത്. ഞാനും അച്ഛനും കൂടെ നേരെ കോളേജിലോട്ട് പോയി. കോളേജിൽ ചെന്ന് ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബസ് വന്നു. അപ്പം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ ക്ലാസ് ടീച്ചർ ഇല്ല, പകരം HODയും സാറും ഒക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് ഏകദേശം പേര് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഒരു കാര്യം, ഞാൻ ചില വീഡിയോസ് ചരിച്ചൊക്കെയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ബസ്സിൽ തന്നെ കയറി. ഞാൻ പോയിക്കോട്ടെ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് കൂർഗാണ്. അപ്പം അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വയനാട് എത്തിയതേ ഉള്ളൂ. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റൂമിലെത്തി. പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടുന്ന് നമ്മൾ പോയത് ഗോൾഡൻ ടെമ്പിളിലോട്ടാണ്. പിന്നെ അവിടെ ഫുള്ള് അപ്പുക്കുട്ടൻ്റെ ആൾക്കാരായിരുന്നേ. പിന്നെ നമ്മൾ ടെമ്പിളിലോട്ട് കയറിയപ്പോൾ നമ്മൾ കുറച്ച് താമസിച്ചിരുന്നു. അവരുടെ ആ ഒരു പ്രാർത്ഥനയോ ചടങ്ങോ എന്തൊക്കെ ഇല്ലേ, അതൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്പോട്ടിലോട്ട് ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗൗരിക, ഇത് സോനദാസ്, ഇത് ഇർഷാന, ഫാത്തിമ. നമ്മൾ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് തിരിച്ചു ഇങ്ങോട്ട് പോകണം. ഹറങ്കി ഡാമിലോട്ടാണ് നമ്മൾ പോണത്. ഇതാണ് നമ്മുടെ ബസ്. ശ്രീരുദ്ര എന്ന് പറയുന്നതാണ് നമ്മുടെ ബസ് ഗൈസ്. അപ്പം നമുക്ക് ഡാമിൽ ചെന്നിട്ട് കാണാം. അപ്പം നമ്മൾ കൂർഗിന്ന് നേരെ പോയത് ഹറാങ്കി ഡാമിലോട്ടാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഹറാങ്കി ഡാമിലെത്തിയിരിക്കുകയാണ്. ഹറാങ്കിയാണോ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല. നമ്മൾ പോയതുകൊണ്ടാണോ എന്നറിയില്ല, ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല ഡാമിൽ. പിന്നെ അവിടുത്തെ വ്യൂസ് ഒക്കെ അടിപൊളിയായിരുന്നു. അടിപൊളി വ്യൂസ് ആയിരുന്നു, ഒരു രക്ഷയില്ല. ഡാമിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. നല്ല വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോഴത്തേക്ക്. കണ്ട നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ അങ്ങോട്ട് പോട്ടെ ഗൈസ്. ഇതാണ് ആദർശ് യെസ്. അപ്പോൾ ഗൈസ്, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എല്ലാവരും പരിചയപ്പെട്ടല്ലോ അല്ലേ. ഇനിയും കുറച്ച് പേരൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ റാഫ്റ്റിംഗ് വരുന്നത്. പിന്നെ അവിടുത്തെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായി. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നീന്താൻ അറിയാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ട്രിപ്പിൻ്റെ ഒരു മെയിൻ സ്പോട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയായിരുന്നു. പിന്നെ ഈ വെള്ളത്തിൽ കിടക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ HOD ആണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഷോപ്പിങ്ങിനാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഡേ ആയിരുന്നു ഷോപ്പിംഗ്. അതിന് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ DJക്കാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് പോയി. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ ഇവിടെ തീരെ. അപ്പോഴേ നമ്മുടെ ട്രിപ്പിൻ്റെ 2ാമത്തെ ഡേ ആയേ. രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഞ്ഞായിരുന്നു. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മൾ അതൊക്കെ കണ്ട് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അടുത്ത സ്ഥലത്തേക്ക് ഇന്ന് ഡേ 2 ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പിന്നെ ഫുഡ് കഴിക്കേണ്ട സ്ഥലം എത്തി. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ചിക്മംഗ്ലൂർ എത്തി. അപ്പോൾ സെക്കൻഡ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രക്കിംഗ് ആയിരുന്നു.
അങ്ങനെ ട്രക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഒരു സ്പോട്ടിലെത്തി, ഏതാന്ന് പേര് ഓർമ്മയില്ല. അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ വീണ്ടും പോയി. അപ്പോൾ നമുക്ക് പോകുന്ന സ്ഥലമൊക്കെ അടിപൊളി വ്യൂ ആയിരുന്നു. അടുത്ത സ്പോട്ട് എന്ന് പറയുമ്പോൾ മുല്ലയാൻഗിരി എന്ന് പറഞ്ഞിട്ട് ഒരു സ്പോട്ടായിരുന്നു. പിന്നെ വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു. പിന്നെ മുകളിൽ ചെന്നിട്ടുള്ള വ്യൂ അടിപൊളിയായിരുന്നു, രക്ഷയില്ല. അപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വെള്ളച്ചാട്ടമായിരുന്നു, അതിൻ്റെ പേര് ഓർക്കുന്നില്ല. പിന്നെ അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമ്മളടുത്ത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്കൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടുത്ത് നമ്മൾ പോയത് ഇസഡ് പോയിന്റിലോട്ടാണ്. അവിടെ പോയി അടിപൊളിയായിരുന്നു, അതും സെറ്റായിരുന്നു ഗൈസ്, എല്ലാം അടിപൊളിയായിരുന്നു. അതിൻ്റെ മുകളിലുള്ള വ്യൂസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് പേരെ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂളിലായിരുന്നു. പിന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ 3ാമത്തെ ഡേ ആണ്. അപ്പോൾ ചിക്ക്മംഗ്ലൂരിൽ നിന്ന് നേരത്തെ ഇറങ്ങി രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ പോകുന്നത് ഡണ്ടേലിയിലോട്ടാണ്. ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ ഡണ്ടേലിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ കയാക്കിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് പോയത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിലോട്ടാണ് പോയപ്പോൾ നമുക്ക് പൂളുണ്ടായിരുന്നു. അങ്ങനെ പൂളിലൊക്കെ കളിച്ച് കുളിച്ച് അവസാനം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമുക്ക് 4ാമത്തെ ഡേ ആയിരുന്നു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നത്. ആ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് റൂമിൽ കയറിയപ്പോൾ പിന്നെ ആർക്കും ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഉനോ കാർഡ് കളിച്ചു. ഇങ്ങനെ അതൊക്കെ കളിച്ച് ഒരു 1:30-2 മണി എന്തോ ആയി നമ്മൾ ഉറങ്ങിയപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 3ാമത്തെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ട്രിപ്പിൻ്റെ ഡേ 4 നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഗോകർണയിലോട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. കുറച്ച് ടെമ്പിളും ബീച്ചും ഒക്കെ ആയിരുന്നു അന്നത്തെ സ്പോട്ടൊക്കെ. പിന്നെ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഇത് ഷിരൂരാണ്. അപ്പോൾ നമ്മൾ ഷിരൂർ വഴിയാണ് പോയത്. ഉച്ചയൊക്കെ ആയി നമ്മൾ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും കയറിയത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടെമ്പിളിലോട്ട് പോയി. ഒരു ടെമ്പിളിൽ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് നടന്നു. ഇതാണ് ആരോണ്, ക്ലാസ്സിൽ അങ്ങനെ വരാറില്ല. മാവേലിയാണ്, 10-26 വയസ്സായിട്ടുണ്ട്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നത്. താല്പര്യമുള്ളവര് ഇൻസ്റ്റ ഐഡി ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീച്ചിലോട്ടാണ് പോയത്. അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ബീച്ചൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ട്രിപ്പ് ഡേ 5 നമ്മൾ ബാംഗ്ലൂരുള്ള വണ്ടർലയിലോട്ടാണ്. പിന്നെ വണ്ടർലയിലായതുകൊണ്ട് തന്നെ വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകെപ്പാടെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. വണ്ടർലയിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ അകത്തോട്ട് കയറി. പിന്നെ നമ്മൾ വൈകിട്ട് 5 മണിക്ക് എന്തോ ആണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ അവസാന ഡേ ആണ്. അപ്പോൾ വണ്ടർലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിരുന്നു. അയ്യോ തീരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. ഒരാഴ്ച പെട്ടെന്നാണ് പോയത്. എന്താ പറയുക, ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ വന്ന് പറയൂലേ ട്രിപ്പിൻ്റെ കാര്യം, നിങ്ങൾ ട്രിപ്പ് പോകണം, കോളേജ് ട്രിപ്പ് അടിപൊളിയാണ് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് സാധാ ട്രിപ്പല്ലേ എന്നൊരു ഒരു മൈൻഡായിരുന്നു. പക്ഷേ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ ആണ് ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവുന്നത്. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. ഭയങ്കരമായിട്ട് ഇമോഷണലായിപ്പോവും. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ആ മൊമെൻറ്റ്സൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ അമ്മയെ എനിക്ക്
സങ്കടം വന്നിട്ട് വയ്യ. പിന്നെ ഈ 10ഉം +1ഉം +2 ഒന്നും ഇതിൻ്റെ മുമ്പിൽ ഒന്നും അല്ലാന്ന് തോന്നും ടൂറൊക്കെ. എന്താ പറയുക, ഭയങ്കര ഇതൊരു വേറൊരു വൈബാണ്. ഇനി ഞാൻ എന്തായാലും പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. അപ്പം നമ്മുടെ ട്രിപ്പ് അവസാനിക്കുകയാണ്. ഇതുപോലൊരു നിമിഷം നമുക്കിനി ലൈഫിൽ കിട്ടുമെന്ന് പോലും ഒരു ഇതില്ല. പിന്നെ ഈ നിമിഷത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. കോളേജ് ലൈഫായാലും സ്കൂൾ ലൈഫായാലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.